नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 68. മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു. പേജ് നമ്പർ 664. ഒരു പ്രത്യേക കൊട്ടാരത്തിൽ കുടുംബിനിയായ രുക്മിണി ദേവിയോടൊപ്പം ഇരിക്കുന്നതായാണ് നാരദൻ കൃഷ്ണനെ കണ്ടത്. അവളുടെ കയ്യിൽ ഒരു വെഞ്ചാമരമുണ്ടായിരുന്നു. ഒരുപോലെ സുന്ദരികളും സമപ്രായക്കാരും യോഗ്യകളുമായ ആയിരക്കണക്കിനു ദാസിമാരുണ്ടായിരുന്നെങ്കിലും ഭഗവാൻ കൃഷ്ണനെ വീശുന്ന കാര്യത്തിൽ രുക്മിണി ദേവി തന്നെയാണ് ഏർപ്പെട്ടിരുന്നത്. നാരദൻ പോലും ആരാധിക്കുന്ന പരമപുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ. എന്നിരുന്നാലും നാരദൻ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് കണ്ട മാത്രയിൽ തന്നെ കൃഷ്ണൻ രുക്മിണിയുടെ മഞ്ചത്തിൽ നിന്നു താഴെ ഇറങ്ങി അദ്ദേഹത്തെ ബഹുമാനിക്കാൻ നിലകൊണ്ടു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആചാര്യനാണു ഭഗവാൻ കൃഷ്ണൻ. നാരദമുനിയെപ്പോലുള്ള ഒരു പുണ്യാത്മാവിനെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്നു കാണിച്ചു കൊടുക്കാനായി തൻ്റെ കിരീടം തറയിൽ സ്പർശിക്കുമാറ് അദ്ദേഹം നാരദനെ താണുവണങ്ങി. താണുവണങ്ങുക മാത്രമല്ല കൃഷ്ണൻ ചെയ്തത്, നാരദന്റെ പാദങ്ങളിൽ തൊട്ട് തൊഴുത് പീഠത്തിൽ ഉപവിഷ്ടനാകാൻ കൂപ്പുകൈകളോടെ അദ്ദേഹത്തോടപേക്ഷിക്കുകയും ചെയ്തു. എല്ലാ ഭക്തന്മാരും ആരാധിക്കുന്ന പരമപുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ. സർവജനങ്ങൾക്കും ആരാധ്യനായ ആധ്യാത്മികാചാര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്നുദ്ഭവിക്കുന്ന ഗംഗാജലം 3 ലോകങ്ങളെയും പവിത്രമാക്കുന്നു. യോഗ്യരായ ബ്രാഹ്മണർ മുഴുവൻ അദ്ദേഹത്തെ പൂജിക്കുന്നു. അതിനാൽ അദ്ദേഹം ബ്രാഹ്മണ്യദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രാഹ്മണ്യമെന്നാൽ ബ്രാഹ്മണന്റെ യോഗ്യതകൾ പൂർണ്ണമായിട്ടുള്ളവൻ എന്നാണർത്ഥം. സത്യസന്ധത, ആത്മനിയന്ത്രണം, വിശുദ്ധി, ഇന്ദ്രിയ നിയന്ത്രണം, ലാളിത്യം, പൂർണ്ണമായ പ്രയോഗജ്ഞാനം, ഭക്തിയുത സേവനം എന്നിവയാണ് ആ യോഗ്യതകൾ. ഭഗവാൻ കൃഷ്ണന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത്തരം ഗുണങ്ങളുള്ളവരൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണന് ആയിരക്കണക്കിനോ കോടിക്കണക്കിനോ നാമങ്ങളുണ്ട്. വിഷ്ണു സഹസ്രനാമം. അവയെല്ലാം അദ്ദേഹത്തിന്റെ സർവാതിശായിയായ ഗുണങ്ങൾ മൂലം നൽകപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പൂർണ്ണ മനുഷ്യന്റെ ലീലകളാണ് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ ആസ്വദിക്കുന്നത്. അതിനാൽ അദ്ദേഹം നാരദന്റെ പാദങ്ങൾ കഴുകി ആ ജലം സ്വന്തം തലയിൽ തളിച്ചപ്പോൾ നാരദൻ എതിർത്തില്ല. കാരണം പുണ്യാത്മാക്കളെ ആദരിക്കേണ്ടതെങ്ങനെയെന്ന്
മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ചെയ്തതെന്ന് നാരദനറിയാം. ആദിനാരായണനും ജീവാത്മാക്കളുടെ മുഴുവൻ നിത്യസുഹൃത്തും പരമപുരുഷനുമായ കൃഷ്ണൻ ഇപ്രകാരം വൈദികമായ നിയാമക തത്വങ്ങൾക്കനുസൃതമായി നാരദനെ പൂജിച്ചു. മധുരവും അമൃതസമാനവുമായ വാക്കുകളാൽ സ്വാഗതമരുളിക്കൊണ്ട് അദ്ദേഹം നാരദനെ ഭഗവാൻ എന്നാണു സംബോധന ചെയ്തത്. അതായത് സർവവിധമായ ജ്ഞാനം, വൈരാഗ്യം, വീര്യം, യശസ്സ്, സൗന്ദര്യം എന്നിവയും സമാനമായ മറ്റ് ഐശ്വര്യങ്ങളും ഉള്ളവൻ എന്നർത്ഥം. വിശേഷിച്ച് അദ്ദേഹം നാരദനോടു ചോദിച്ചു, എന്തു സേവനമാണ് ഞാൻ അങ്ങേക്കു വേണ്ടി ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ.